Welcome back to Learnino. So, KEAM 2024 ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സസിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അതേപോലെ തന്നെ ഏതൊക്കെ കോളേജസിലേക്കാണ് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുക, ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഫീ എത്രയാണ് വരുന്നത്, അതേപോലെ തന്നെ ഓരോ എഞ്ചിനീയറിംഗ് കോളേജസിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫീ എത്രയാണ് വരുന്നത്, അതേപോലെ റിസർവേഷൻ എങ്ങനെയൊക്കെയാണ് ഓരോ കാറ്റഗറിയിൽ വരുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. സോ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നമുക്ക് വെബ്സൈറ്റ് വഴി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/8/2024, അതായത് ഓഗസ്റ്റ് 5 വരെയാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. 11 മണി വരെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് 5/8/2024 11 മണി വരെ മാത്രമേ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മൾ മുന്നിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ പറഞ്ഞതാണ്, ലാസ്റ്റ് മിനിറ്റിലേക്ക് നിങ്ങൾ വെക്കരുത്, നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നുള്ളത്. ഇനി എന്തായാലും അതൊന്നും കൂടെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആ ഓപ്ഷൻസിന്റെ ഓർഡറിൽ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്താം. എന്നിട്ട് 5-ാം തീയതിക്ക് മുന്നായിട്ട് തന്നെ ലാസ്റ്റ് ഡേറ്റിന് ഒരിക്കലും നമ്മൾ അവസാന ദിവസത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്, വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്തു തുടങ്ങാം. അപ്പൊ ഒരിക്കലും നമ്മൾ 5-ാം തീയതിയിലേക്ക് വേണ്ടി അല്ലെങ്കിൽ 4-ാം തീയതിയിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ, അവസാന നിമിഷത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഇതിന് ഇടയിൽ നമുക്കൊരു അലോട്ട്മെന്റ്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിനുള്ള ഒരു ഷെഡ്യൂൾ ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതിന് മുന്നേ തന്നെ ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. ഈ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് 4-ാം തീയതിയാണ് വരിക. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ട്രയൽ അലോട്ട്മെന്റ് വരും. ഈ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അതൊരു ഫൈനലേ അല്ല. അതിൽ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് കിട്ടും, അങ്ങനെ ഒന്നുമില്ല. ഇത് ജസ്റ്റ് എങ്ങനെയാണ് ഈ അലോട്ട്മെന്റ് വരുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. അതിനുശേഷം 5-ാം തീയതി ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിച്ചതിന് ശേഷം ഒരു പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു അലോട്ട്മെന്റ്, ഓക്കെ, 7-ാം തീയതി വരും. അതിന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പ്രൊവിഷണൽ അലോട്ട്മെന്റ് 7-ാം തീയതി വരും. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് 8-ാം തീയതി വരും. ഓഗസ്റ്റ് 8-ാം തീയതി തന്നെ നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ചിത്രം വരുന്നതായിരിക്കും. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വരുന്നത്. സോ വൺസ് ഈ ഒരു അലോട്ട്മെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ വരും. അതിൽ എത്രയാണോ ഫീസ് പറഞ്ഞിരിക്കുന്നത് അത് ഓൺലൈൻ ആയിട്ട് നമുക്ക് പേ ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് പേ ചെയ്യാം. 8/8/2024 മുതൽ 12/8/2024 4 മണി വരെയാണ് നമുക്ക് ഈ പറഞ്ഞ ഫീസ് അടയ്ക്കാനുള്ള സമയം. അപ്പൊ ഈ ഡേറ്റുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റ് ലോസ് ആവും, എക്സിസ്റ്റിംഗ് ഓപ്ഷൻസ് ലോസ് ആവും. ഒരു ഓപ്ഷൻ നമ്മൾ ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഫേസിൽ നമുക്കത് അവൈലബിൾ ആവില്ല. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ളവിടെ മാത്രം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും അവിടെ നമ്മൾ ജോയിൻ ചെയ്യണം, നമ്മൾ ഫീസ് അടയ്ക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പല വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജോയിൻ ചെയ്യുന്നതെന്ന് ഉറപ്പുള്ളവിടെ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഇങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ഉണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2000 rupees ആണ് നമുക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ വരുന്നത്. ഓക്കെ, ഇനി ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് നമുക്ക് വൺസ് അലോട്ട്മെന്റ് കിട്ടി നമ്മൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ആ ട്യൂഷൻ ഫീയിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ചില കാറ്റഗറി SC ST OEC
അതേപോലെ തന്നെ ഈ പറഞ്ഞ ജുവനൈൽ ഹോം, നിർഭയ ഹോം, ശ്രീചിത്ര ഹോം അവിടെയൊക്കെയുള്ള കുട്ടികൾക്ക് പ്രത്യേക ഗവൺമെന്റ് ഓർഡർ പ്രകാരം അവിടെയുള്ളവർക്ക് 500 രൂപ മാത്രമാണ്, 500 rupees മാത്രമാണ് രജിസ്ട്രേഷൻ ഫീ വരുന്നത്. ഓക്കെ, ഇനി ഒരു പക്ഷേ നമുക്ക് എവിടെയും അലോട്ട്മെന്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കാം, നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് അനുസരിച്ച് എവിടെയും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അതേസമയം നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടും നമ്മൾ എവിടെയും പോയി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പെനാലിറ്റി ആയിട്ട് കണക്കാക്കുകയും അതേപോലെ തന്നെ അത് റീഫണ്ട് കിട്ടുകയുമില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഓൺലൈൻ ആയിട്ടും നിങ്ങൾക്ക് ഫീ അടയ്ക്കാം, അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയും നിങ്ങൾക്ക് ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത്രയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ച് അറിയേണ്ടത്. നെക്സ്റ്റ്, ഈ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ഫെസിലിറ്റി? ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഒരു ടൈം ഷെഡ്യൂൾ ഒരു ആയിരിക്കും, ഒരു സ്പെസിഫിക് പീരീഡിലായിരിക്കും ഈ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ഓപ്പൺ ആയിരിക്കാം. അപ്പൊ നമുക്ക് വെബ്സൈറ്റിൽ അത് ഏതൊക്കെയാണ് ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് എന്നുള്ള ലിസ്റ്റ് വരും. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ പോയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. ഈ ഫസ്റ്റ് ഫേസിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ്, ഓക്കെ, ഇത് പിന്നീട് വരുന്ന അലോട്ട്മെന്റുകളിൽ ഒന്നും തന്നെ നമുക്ക് വീണ്ടും അവറേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ പുതിയ പുതിയ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയൊക്കെ ഓപ്ഷൻസ് കൊടുക്കണം, അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം ഓപ്ഷൻസ് നിങ്ങൾ ഇപ്പോ തന്നെ, അതായത് ഈ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിന് വേണ്ടി തന്നെ നിങ്ങൾ കൊടുത്തിരിക്കണം. കാരണം ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നമുക്ക് ഇപ്പോൾ വിചാരിച്ച കോളേജിൽ കിട്ടിയില്ല, എന്നാൽ ഇനി കുറച്ച് പുതിയ ഓപ്ഷൻസ് കൂടെ കൊടുക്കാം എന്ന് അടുത്ത ഫേസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെയാണോ സാധ്യതയുള്ളതെന്ന് നോക്കിയിട്ട്, പ്രത്യേകിച്ച് കുറച്ച് റാങ്ക് പുറകിലോട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുക തന്നെ വേണം. കാരണം ആദ്യത്തെ ഫേസിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നീട് പുതിയ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുള്ളവിടെ മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫേസിൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ അവിടെ നമ്മൾ നിർബന്ധമായും പോയി ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് സാധ്യത ഉണ്ടെങ്കിലാണ് അടുത്ത ഫേസിലേക്ക്, അതായത് ഹയർ ഓപ്ഷൻസ് മാത്രമേ പിന്നെ പരിഗണിക്കുകയുള്ളൂ, പിന്നീട് വരുന്ന അലോട്ട്മെന്റുകളിൽ നമുക്ക് കിട്ടുള്ളൂ. ഒരു പക്ഷേ പിന്നെ സെക്കൻഡിലോ തേർഡിലോ നമുക്ക് ഈ ഹയർ ഓപ്ഷൻസിൽ എവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടിയത് അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയും വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാത്രം ഓപ്ഷൻസ് നമ്മൾ കൊടുക്കാം. ഇനി ഒരുപാട് പേരുടെ സംശയമാണ്, കുറച്ചു പേരുടെ റിസൾട്ട് അല്ലെങ്കിൽ അവരുടെ അപ്ലിക്കേഷൻ വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട്, അല്ലെ? അപ്പൊ അവർക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും പലരുടെയും ഡൗട്ട്. അപ്പൊ അതിനുള്ള ഒരു ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം, പക്ഷേ നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പറഞ്ഞ ഡിഫക്ട്സ് കാര്യങ്ങളൊക്കെ 3/8/2024, അതായത് ഓഗസ്റ്റ് 3-ാം തീയതി 3 മണിക്ക് 3 PM മുന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്ത് കിട്ടിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റുമായിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ള നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആവും. ഇനി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ റിസർവേഷനെ കുറിച്ചായിരിക്കും. ഓരോ കാറ്റഗറി തിരിച്ചിട്ട് എങ്ങനെയാണ്, എത്ര പെർസെന്റേജ് ആണ് റിസർവേഷൻ, അതേപോലെ തന്നെ ഓരോ കോളേജിലെയും ഫീസ് സ്ട്രക്ചർ എത്രയാണ് വരുന്നത്, അതേപോലെ ഏതൊക്കെ കോളേജുകളാണ്, നമുക്കിപ്പോൾ എയ്ഡഡ് കോളേജ് ഉണ്ട്, ഗവൺമെന്റ് കോളേജ് ഉണ്ട്, കോസ്റ്റ് ഷെയറിംഗ് കോളേജ് ഉണ്ട്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്, ഓട്ടോണോമസ് കോളേജ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കോളേജുകളിലേക്കാണ് ഈ പറഞ്ഞ അലോട്ട്മെന്റ് പ്രോസസ് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. ഒരുപാട് ലെങ്തി ആക്കണ്ടെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രം ഇതിൽ പറഞ്ഞു. ബാക്കി റിസർവേഷന്റെ കാര്യം, ഫീസ് സ്ട്രക്ചറിന്റെ കാര്യം. ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കോമൺ ആയിട്ട് ഒരു ഫീസ് അല്ല, പല തരത്തിലാണ് ഫീസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്, നെക്സ്റ്റ് വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും. സോ കൃത്യമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക, എല്ലാ അപ്ഡേറ്റ്സും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ഏത് ഡൗട്ട്സും നമ്മൾ ആൻസർ ചെയ്ത് തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളതെല്ലാം തന്നെ കമന്റ് ബോക്സിൽ കൊടുക്കുക, നമ്മൾ ആ ഡൗട്ട്സ് നോക്കി നമ്മളത് റെക്ടിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു.